ഹലോ. എനിക്ക് നിരന്തരമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്, ഇത്തവണ MBBS കിട്ടണമെന്നുണ്ടെങ്കിൽ സാർ എത്ര മാർക്ക് വേണ്ടി വരും എന്നുള്ളത്. അതിനുള്ളൊരു അനാലിസിസ് നടത്താനുള്ളൊരു ശ്രമമാണ് ബേസിക്കലി ഞാനിവിടെ നടത്തിയിട്ടുള്ളത്. ശ്രമമാണെന്ന് പറയാൻ കാരണം നമുക്ക് ഡാറ്റ അവൈലബിലിറ്റിയിൽ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് എന്നാലും ഞാൻ പരമാവധി ആളുകളോട് ചോദിച്ച്, എനിക്ക് പരിചയമുള്ള ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് മറ്റു ആളുകളൊക്കെ ഉണ്ട്, എല്ലാവരോടും ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ് ഞാൻ നടത്തുന്നത്. അതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് മേ ബി കേരളത്തിൽ MBBS കിട്ടാൻ വേണ്ടിയിട്ട്, കേരള ഗവൺമെന്റ് സീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് വേണ്ടി വരും, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണ്ടി വരും, അതിനുള്ള ഞാൻ അങ്ങനെ ആലോചിക്കാനുള്ള റീസൺസ് എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇതിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഞാൻ ഇത്തവണ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചു. ഒരുപാട് ആൾക്കാർ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു എസ്റ്റിമേറ്റ് ഒരു 550 മാർക്കിന്റെ എബോവ് ഒരു 1000+ സ്റ്റുഡൻസ് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനാലിസിസ് എന്നുള്ളത്. ഒരു 1040 സ്റ്റുഡൻസ് ഒക്കെ ഒരു 550+ ഉണ്ടാവും. ഒരു 580+ ഏകദേശം 250 to 270 ആളുകളായിരിക്കും. ഒരു 570+ 423, ഒരു 560+ ഒരു 553. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ ഇടയിൽ ഒരു ഉള്ള ആളുകളുടെ എണ്ണം എന്ത് ചെയ്യും, ഇങ്ങനെ കൂടി വരും. ഓക്കെ, ആ ഒരു ട്രെൻഡ് നമുക്ക് എപ്പോഴും ഇൻ ജനറൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു 550+ ഉള്ള ഒരു 1000 ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കേരള റാങ്ക് ഒരു 3rd അലോട്ട്മെന്റിലെ കേരള റാങ്ക് ക്ലോസിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സ്റ്റേറ്റ് മെറിറ്റിൽ 954 ആണ് ക്ലോസിംഗ് റാങ്ക് വരുന്നത്. മുസ്ലിം 1729 ആണ്, ഈഴവ 2483 ആണ്, SC 14549 ആണ്, ST 22,000 ആൻഡ് EWS 3320 ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇപ്പൊ ഒരു 954 വരുന്നത് ഈ ഒരു 550 അറൗണ്ട് ആയിരിക്കും ഈ ഒരു 954 വരിക. ഈ മുസ്ലിം 1729 2483 ഒക്കെ വന്നിട്ടുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ്. ബാക്കിയുള്ളടത്തൊക്കെ ഒരു 1200 1300 വേണമെങ്കിൽ 1700 വരെയൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 1729 എന്നുള്ളത് ബേസിക്കലി ഒരു 540 അറൗണ്ട് ആയിരിക്കും ഈ ഒരു മുസ്ലിം കാറ്റഗറി വരിക. അതേപോലെ തന്നെ ഒരു ഈഴവ കാറ്റഗറി ഒക്കെ അപ്പോൾ അതിന്റെ കുറച്ചും കൂടി താഴോട്ട് ഏകദേശം ഒരു 520+ ഒക്കെ ആയിരിക്കും ഈഴവ കാറ്റഗറി വരിക. ഇതാണ് നമുക്ക് ജനറലി ഒരു കേരള റാങ്കിന്റെ ഒരു കട്ട് ഓഫ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്. 550 അറൗണ്ട് 550 ± ഒരു 5 നമുക്ക് എടുക്കാം. ഒരു 550 അറൗണ്ട്. അതേപോലെ തന്നെ ഒരു മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ 540+, അതേപോലെ തന്നെ ഈഴവാണെങ്കിൽ 520+ ഒക്കെ ആയിരിക്കും നമ്മുടെ ഒരു കേരളത്തിലെ നീറ്റ് കട്ട് ഓഫ് വരിക. ഓൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ട്രെൻഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ തവണ വരെ നമുക്ക് ഏകദേശം ഒരു 25,000 റാങ്ക് വരെയാണ് ഈ ജനറൽ OBC EWS ഒക്കെ ഓൾ ഇന്ത്യ കോട്ടയിൽ പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്, 25,000 ആണ് പോയിട്ടുള്ളത്. 24,000 സംതിങ് to 26,000. സോ നമ്മൾ 25,000 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 25,000 കഴിഞ്ഞ വർഷം കേരളത്തില് ഈ 2024 ഏകദേശം 2000 ആളുകൾ, റൈറ്റ്, കേരള റാങ്ക് ഇതാ 24,000 2500 ആണ് കേരള റാങ്ക് വന്നത്. 24,000 2500 ആണ് കേരള റാങ്ക് വന്നതെന്ന് 2024. പക്ഷെ 2024 പേപ്പർ വളരെ ഈസി ആയിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഒക്കെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന പേപ്പർ ആയിരുന്നു 2024 പേപ്പർ. എന്നാൽ 2023 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 29,000 2500 വരുന്നത്. ഓക്കെ, അപ്പോൾ 24,000 ഏകദേശം 2000 ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 27,000 2000 ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 26,000 2000 ആണ് വന്നിട്ടുള്ളത്. 2000 ആണ് വന്നിട്ടുള്ളത് 2021, 2022, 2023. ദാറ്റ് മീൻസ് ദാറ്റ് ഇതൊരു അനോമലിയാണ്. എന്ന് മാത്രമല്ല ഈ ട്രെൻഡിനെക്കാളും കൂടുതൽ മേ ബി കുറച്ചുകൂടി ടഫർ ആയിട്ടുള്ള എക്സാമ്പിൾ 2021 ഫിസിക്സ് കുറച്ച് ടഫർ ആയിരുന്നു. അപ്പൊ 2021 ട്രെൻഡുകൾ ആവർത്തിക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് 25,000 ഓൾ ഇന്ത്യ റാങ്ക് 25,000 ഒരു കേരള റാങ്ക് 2000 ഒക്കെ ആയിരിക്കും വരിക. അതാണ് ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. 2000 ആയിരിക്കും വരിക. ഈ 2000 എന്നുള്ളത് ഏകദേശം നമ്മൾ നേരത്തെ നടത്തിയ ഒരു പ്രഡിക്ഷനിൽ ഏകദേശം ഒരു 530+ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 530 to 535 അറൗണ്ട് ആയിരിക്കും നമുക്ക് എന്ത് വരിക, നമുക്ക് ബേസിക്കലി
കേരള റാങ്ക് വരെ. ഇത് 2000 എന്നുള്ളതിനേക്കാളും മേ ബി കുറച്ചുകൂടി താഴോട്ട് ഒരു 1800 വരെയൊക്കെ പോകാനുണ്ട്, സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അസംഷൻ എന്നുള്ളത്. 1800 to 2000 ആണ് വരിക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 530 to 535 ആയിരിക്കും ഓൾ ഇന്ത്യയുടെ കട്ട് ഓഫ് ഒരു ജനറൽ OBC അതിലൊക്കെ വരിക. ബാക്കി നിങ്ങൾ എക്സ്ട്രാപോളേറ്റ് ചെയ്തേക്കാം മറ്റ് കാറ്റഗറി ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ്ലി നോക്കിയിട്ടില്ല. മേ ബി ഞാൻ നോക്കിയിട്ട് അടുത്ത വീഡിയോസിൽ എന്ത് ചെയ്യാം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനാലിസിസ് എന്നുള്ളത്. ഇനി ഇത് തെറ്റുമോ? ഇത് തെറ്റാനുള്ള സാധ്യതകളുണ്ട്, കാരണം ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ റിസ്ക് ഫാക്ടർ എന്നുള്ളത്, ഞാൻ പല ആളുകളോട് സംസാരിക്കുമ്പോൾ പല കുട്ടികളും എന്തല്ല അവരുടെ സ്കോർസ് ചെക്ക് ചെയ്യാൻ റെഡി അല്ല. കാരണം എക്സാമിൻ്റെ ടഫ്നെസ് ലെവൽ കുറച്ച് കൂടിയത് കൊണ്ട് തന്നെ പല കുട്ടികളും എന്താണ് ഓൾറെഡി കുറച്ച് ഡിപ്രസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, അവരുടെ സ്കോർസ് ചെക്ക് ചെയ്യാൻ റെഡി അല്ല എന്നുള്ളതാണ് ഒന്ന്. കൂടുതൽ ആളുകൾ സ്കോർസ് ചെക്ക് ചെയ്ത് കൂടുതൽ ആളുകൾക്ക് 550+ അങ്ങനെയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ കുറച്ചൊക്കെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ ചെക്ക് ചെയ്തിട്ടില്ല, ഇനിയും അവർ വരാനുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി കട്ട് ഓഫ് ഇനിയും ഉയരാനാണ് സാധ്യത. പക്ഷേ ജനറലി ഇറ്റ് വിൽ സ്റ്റേ ദ സെയിം. രണ്ടാമത്തത്, ലേണിംഗ് എന്നുള്ള നീറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൈൻഡ് ഓഫ് ഡെമോക്രറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പല സെന്റേഴ്സ്, പുതുതായിട്ട് വന്ന ആപ്പുകൾ, മറ്റാളുകൾ, പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും എന്തുണ്ട്, കൂടുതൽ ആളുകൾ ഈ ഒരു ഫോൾഡിലോട്ട് വന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കാൻ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൽ ചെറിയ ഇമ്പാക്ട്, ചിലപ്പോൾ വലിയ ഇമ്പാക്ട് ഒന്നുമില്ല, കാരണം ഒരുപാട് സെന്റേഴ്സ് വരുന്നതും പോകുന്നതാണ്, നോർമലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് അതിലുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, മൂന്നാമത്തത് ഇതാണ് നമുക്ക് ഇതിൽ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത് അത്ര വലിയ പ്രശ്നമായിട്ട്, അതിന് മുമ്പത്തെ വർഷങ്ങളിൽ ആക്ച്വലി പ്രശ്നമായിരുന്ന ഒരു കാര്യമാണ്. കുറേ കുട്ടികൾ ഓൾ ഇന്ത്യ ചൂസ് ചെയ്യണോ കേരള ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഒരു ഈഴവയിൽ ഇപ്പോൾ 2400 വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 2400 ആൾക്ക് ഓൾ ഇന്ത്യ കോട്ട എന്തില്ല, ചിലപ്പോൾ കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2000 റാങ്ക് വരുന്ന ഒരാൾ മേ ബി ഇടുക്കി ചൂസ് ചെയ്യാതെ ഓൾ ഇന്ത്യ കൂട്ടം എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം, റൈറ്റ്? ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവാൻ എന്തുണ്ട്, സാധ്യത ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫിൽ ചില വേരിയേഷൻസ് വരാം, റൈറ്റ്? കാരണം ഇപ്പം എന്തോ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാലും കേരളം തന്നെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് രണ്ട് കൗൺസിലിംഗ് പ്രോസസ്സ് ഡിഫറെൻ്റ് ആവുന്നതുകൊണ്ട് ഇത്തവണ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നാലാമത്തത്, ഇതാണ് ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്നുള്ളത്, ഒഫീഷ്യൽ കീ ഔട്ട് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെന്ററിൽ ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറയുന്നത് എന്താണ്, അവരുടെ കീ വെച്ചാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കീസും അതേപോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ 2-3 സെന്റേഴ്സ് എടുത്ത് അവരുടെ കീകൾ തമ്മിൽ 2-3 ക്വസ്റ്റ്യൻസിന്റെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ അത് അവർ പഠിപ്പിച്ച രീതി അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ ഒരു തോട്ട് പ്രോസസ് അനുസരിച്ചുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. ഒഫീഷ്യൽ കീ ഔട്ട് അല്ല. ഒരു +or-15 മാർക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കുറച്ച് ലോ സ്കോറിംഗ് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ +or-15 എന്നുള്ളത് എന്താണ്, കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്ന മാർക്ക് എന്താ, അപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ എൻ്റെ സെന്ററിൽ ഒരു 590 ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സെന്ററിൽ ചിലപ്പോൾ അവരുടെ കീ വെച്ചിട്ട് ആ 590 575 ആയിരിക്കും, അല്ലെ? ഈ ഡിഫറൻസ് എന്നുള്ളത് എന്താണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഷിഫ്റ്റ് എന്നുള്ളത് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം സാധ്യത ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ കീ വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനൊരു ഫൈനൽ വേർഡായിട്ട് നിങ്ങൾ ആരും എടുക്കണ്ട. ഇത് ഞാൻ ഏകദേശം ഒരു ട്രെൻഡ് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു തിന്നേർന്നെടുത്ത കാൽക്കുലേഷൻ അല്ല. ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം, കഴിഞ്ഞ വർഷത്തെ ട്രെൻഡുകൾ പരിശോധിച്ചതിന് ശേഷം, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കുകൾ നോക്കിയതിന് ശേഷം എത്തിപ്പെട്ടിട്ടുള്ള ഒരു അസംഷനാണിത്. പക്ഷെ ഇതും തെറ്റാം, കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ ആരടുത്തും വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഡാറ്റ കാര്യങ്ങളൊന്നുമില്ല. ഒരു ട്രെൻഡ് നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഒരു ട്രെൻഡ് പറഞ്ഞു എന്നുള്ളത് മാത്രം. അതിൽ തന്നെ ഇത്രയധികം റിസ്ക് ഫാക്ടേഴ്സ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്കുള്ള ക്രിറ്റിസിസംസ്, നിങ്ങൾ ശരിയാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. മേ ബി ഈ ഒരു നീറ്റ് നമ്മുടെ ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി ട്രെൻഡ് ക്ലിയർ ആവുന്ന കരുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മേ ബി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം, റൈറ്റ്? നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്തം വേണമല്ലോ. ഓക്കെ, സോ ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഞാൻ മനസ്സിലാക്കുന്ന ട്രെൻഡ് എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.